എന്റെ പെറ്റെവിടെ? നീ പെറ്റത് അകത്ത് ഫോണിനകത്ത് കിടന്ന് നീന്താണ്. അതല്ല ചോദിച്ചത്. ഞാൻ നിങ്ങളടുത്ത് ഏൽപ്പിച്ചിട്ട് പോയ എന്റെ പെറ്റ്, എന്റെ ലൂസി പൂച്ച എവിടെ? അത് ടെറസിന്റെ മണ്ട നീ വീണ് ചത്ത്. അയ്യോ അയ്യോ, എന്റെ പൂച്ച ചത്ത. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾക്ക് ഒരല്പം പോലും മനുഷ്യത്വം ഇല്ലേ നിങ്ങൾക്ക്? ഇങ്ങനെയൊക്കെ എടുത്തടിച്ച പോലെ അങ്ങ് പറയോ എന്നെ ടെൻഷൻ ആക്കാൻ വേണ്ടിട്ട്? അതിനൊക്കെ ഒരു മയത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? ഒരു സമാധാനത്തിൽ പറയണ്ടേ മനസ്സിലാക്കാൻ? EMI ആയിട്ട് പറയണം. EMI ആയിട്ടാ? ഘട്ടം ഘട്ടമായിട്ട് പറയണം. എനിക്ക് മനസ്സിലായില്ലെന്ന്. അതായത് പൂച്ച ടെറസിന്റെ മുകളിൽ ഉണ്ടായിരുന്നെന്ന് ആദ്യം പറയണം. അവിടുന്ന് കാല് തെന്നി എന്റെ പൂച്ച താഴോട്ട് വീണെന്ന് പറയണം. പിന്നെ നടക്കാൻ വയ്യാതെ എന്റെ പൂച്ച ഇങ്ങനെ എഴയായിരുന്നെന്ന് പറയണം. പതിയെ പതിയെ എന്റെ പൂച്ച ചത്തുപോയെന്ന് പറയണം. അയ്യോ, നിന്റെ പൂച്ച സീരിയലിൽ അഭിനയിക്കല്ലേ ഘട്ടം ഘട്ടമായിട്ട് ചാവാ? എന്റെ വായിലേക്ക് വന്ന് കേക്കരുത്. എന്റെ പിന്നെ അമ്മൂമ്മ എവിടെ? അപ്പുറത്തെ ടെറസിന്റെ കൊണ്ടേക്കണാണ്. അയ്യോ, എന്റെ അമ്മമ്മക്ക് എന്ത് പറ്റി? ടെറസിന്റെ മുകളിൽ എടി ഘട്ടം ഘട്ടമായിട്ട് ചത്തതല്ല, ഇനി അലക്കാനിട്ടിരുന്നു. അതെടുക്കാനായിട്ട് അമ്മച്ചതിന്റെ മണ്ടേ നിൽക്കണം ഞാൻ കണ്ടത്. എടുത്തോണ്ട് ഇറങ്ങിക്കാണും. എടുത്തോണ്ട് ഇറങ്ങി എടുത്തോണ്ട് ഇറങ്ങിക്കാണും. അങ്ങനെ. ശരി ശരി.